കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, എന്റെ മക്കൾ എല്ലാവരും ഓണപരീക്ഷേന്റെ ഒരു ചൂടിലേക്ക് മാറിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് ഫ്രാക്ഷൻസ് എന്നുള്ള ചാപ്റ്റർ കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഈ ചാപ്റ്ററിൽ നിന്ന് കൂടി ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് ഫ്രാക്ഷൻസ്. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്ന കാര്യമാണ്. എന്താണ് ഫ്രാക്ഷൻസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസുകളൊക്കെ അല്ലെ. നമുക്ക് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാനായാലും അതുപോലെ സബ്സ്ട്രാക്ട് ചെയ്യാനായാലും ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേടാ. അപ്പൊ അതൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ശരിക്കും പറയുവാണെങ്കിൽ ഈ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഉള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൃത്യമായിട്ട് മക്കള് പ്രോബ്ലംസ് വായിച്ചു നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, മിസ്സിന്റെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ബോർഡിൽ കാണുന്ന ചോദ്യം എന്താണെന്നുള്ളത് മെല്ലെ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് വീഡിയോ പോസ് ചെയ്തിട്ടാണെങ്കിലും എന്റെ മക്കള് ആൻസർ സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കേടാ, അപ്പൊ വായിച്ചു നോക്കിക്കേ. 1 മീറ്റർ നീളമുള്ള ചരട് 5 സമഭാഗങ്ങളാക്കി അല്ലെ. എന്താ പറഞ്ഞത്? എ സ്ട്രിങ് ഓഫ് ലെങ്ത് 1 meter is cut into 5 equal parts. അപ്പൊ 1 മീറ്റർ ഉള്ളത് 5 സമഭാഗങ്ങളാക്കി അല്ലെ. അപ്പൊ എന്തായിട്ട് മാറും? അത് ഓരോന്ന് വായിക്കുന്നതിനനുസരിച്ച് ചെയ്തു പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. ക്വസ്റ്റ്യൻ വായിക്കുക എഴുതുക, ആ രീതിയിലേക്ക് മക്കള് ഇത് ചെയ്താൽ വേഗം കഴിയും. 1 മീറ്ററിനെ 5 ഈക്വൽ പാർട്സ് ആക്കി എന്ന് പറഞ്ഞാൽ എന്താവും? യെസ്, 1നെ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. അതാണ് 1/5 അല്ലെ. 5 ഈക്വൽ പാർട്സ് ആക്കിയപ്പോ എന്തായി? അത് 1/5 മീറ്റർ ആയിട്ട് മാറി. ഇനി എന്താ നമ്മളോട് പറഞ്ഞേ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് 1 സച്ച് പീസ്? ഇപ്പൊ നമുക്ക് മുറിച്ച് കിട്ടിയ ആ ഒരു പീസ് എത്രയാ? 1/5 ആണ്. അതിന്റെയും പകുതി എത്രയായിരിക്കും എന്നാ ചോദിച്ചേ. അതിന്റെയും പകുതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ഹാഫ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? അത് 1/2 ആയിരുന്നു അല്ലെ. ഹാഫ് എന്ന് പറഞ്ഞാൽ അത് 1/2 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 1/5നെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? 1/5ന്റെയും ചെറുത് പകുതിയായിട്ട് മാറി, ഹാഫ് ആയിട്ട് മാറും അല്ലേ. ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ എങ്ങനെയാ? അതേ നേരെ ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാ, ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാ. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ, എന്ത് വരും എന്റെ കുട്ടിക്ക്? 1 × 1 1 ആണ്, 5 × 2 എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലെ. 1/10 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ടാകും. കഴിഞ്ഞോ ചോദ്യം? ഇല്ല, ചോദ്യം അവിടെ കഴിയുന്നില്ല. എന്താ, അടുത്ത ചോദ്യം കൂടെ ഉണ്ട് അല്ലെ. ഇത് സെന്റിമീറ്ററിൽ പറഞ്ഞാലോ എന്നാണ് ചോദ്യം. ഇപ്പൊ നമുക്ക് കിട്ടിയത് മീറ്ററിലാണ്. അപ്പൊ എന്റെ മക്കളെ മീറ്ററും ഉള്ള ഒരു കണക്കുണ്ടായിരുന്നു, അത് മറന്നു പോവാതിരുന്നാ മാത്രം മതി ഇല്ലേ. നമ്മള് കുഞ്ഞിലേ പഠിക്കുന്ന ഒരു കാര്യം, 4ാം ക്ലാസ് മുതലേ പഠിക്കുന്ന, 3 മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണല്ലേ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്റെ മക്കൾ ആലോചിച്ച് നോക്കിക്കേ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആയിരുന്നു? യെസ്, 100 സെന്റിമീറ്റർ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കുള്ളത് എന്താ? 1/10 ആണ്. അപ്പൊ ഇതിനെ ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. 1/10 മീറ്റർ എന്ന് പറഞ്ഞാല് നമ്മൾ 100നെയും എന്ത് ചെയ്യേണ്ടി വരും? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. 100നെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും ഇവിടെ ആൻസറില്? 10 സെന്റിമീറ്റർ ആയിട്ട് വരും. അപ്പൊ നോക്കണേ, 1/10 മീറ്ററിന് നമ്മൾ സെന്റിമീറ്ററിൽ പറഞ്ഞാൽ അത് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഓരോന്നും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഫ്രാക്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെ നല്ലപോലെ ഇരുന്ന് ചെയ്യണം. അപ്പൊ ഇതുപോലെ തന്നെ ഒരു പ്രോബ്ലോടെ നമുക്ക് ഇന്ന് ചെയ്ത് നോക്കാം. ഏതാണ് ആ പ്രോബ്ലം? ഹാഫ് ദ ചിൽഡ്രൻ ഇൻ ദ ക്ലാസ് ആർ ഗേൾസ്. എന്താ പറഞ്ഞേ? ഒരു ക്ലാസ്സിലെ പകുതി കുട്ടികൾ ഗേൾസ് ആണ്. അത് നമ്മളോട് പറഞ്ഞു. അപ്പൊ പകുതി കുട്ടികൾ ഗേൾസ് ആണെന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാകും? 1/2 എന്ന് പറയുന്നത് അത് ഗേൾസ് ആണ് അല്ലേ. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? എ തേർഡ് ഓഫ് ദം ആർ ഇൻ ദ മാത്സ് ക്ലബ് ഇല്ലേ. അതില് 1/3 പാർട്ട് കുട്ടികളും മാത്സ് ക്ലബിൽ ഉള്ളവരാണ് അല്ലെ. അങ്ങനെയല്ലടാ പറയുന്നത്. ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ നിന്ന് പകുതി പെൺകുട്ടികളാണ്. ആ പകുതി പെൺകുട്ടികളില് 1/3 കുട്ടികളും എന്താണ്? ഗണിത ക്ലബിലാണ്, മാത്സ് ക്ലബിലാണ്. അപ്പൊ മാത്സ് ക്ലബില് എത്ര കുട്ടികളുണ്ട് എന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതെ, 1/2ന്റെ 1/3 എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലെ. പകുതിയാണ് പെൺകുട്ടികൾ, അവരുടെ 1/3 ആണ് മാത്സ് ക്ലബിൽ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? ഇതിന്റെ 1/3 കാണാൻ പറഞ്ഞാല് 1/2നെ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ. അപ്പൊ എത്ര വരും? 1/6 എന്ന് വരും. അപ്പൊ എത്ര പേരുണ്ടാവും മാത്സ് ക്ലബില്? 1/6 പേരുണ്ടാവും അല്ലെ. അപ്പൊ നോക്കട്ടെ, കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ഇവർ ക്ലാസ്സിലുള്ളവരുടെ എത്ര ഭാഗമാണ്? അപ്പൊ ക്ലാസ്സിലുള്ളവരുടെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം?
ക്ലാസ്സിൽ ടോട്ടൽ ആകെ എത്ര പേരുണ്ടായിരുന്നു? 1 ആയിരുന്നു അല്ലെ. ഹോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 1 ആയിരുന്നു. അവരുടെ പകുതിയാണ് നമ്മൾ എന്താക്കിയത്? ഹാഫ് ആക്കിയത്. അതാണ് ഗേൾസ്. അവരുടെ 1/3 ആണ് 1/6 ആയിട്ട് മാറിയത്. അപ്പൊ ക്ലാസ്സിലുള്ളവരുടെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? യെസ്, 1ന്റെ 1/6 ഭാഗമാണ് എന്ത്? മാത്സ് ക്ലബിലുള്ളത്. അപ്പൊ എന്ത് പറയാം? 1/6 പാർട്സ് ആണ് അല്ലെ, പാർട്ടാണ് മാത്സ് ക്ലബിലുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറയാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് വലിയ രീതിയിൽ അയ്യോ ഇത് എന്തായിരിക്കും, ഇതെങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നാല് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ അടിക്കും. പക്ഷെ അങ്ങനെ കൺഫ്യൂഷൻ അടിക്കുന്ന ചോദ്യം ഒന്നല്ല, സിമ്പിളാ. ടോട്ടലിന്റെ പകുതി, അതാണ് ടോട്ടൽ ആണ് 1. ആ ടോട്ടലിന്റെ പകുതിയാണ് അര. അരയുടെ 1/3 ആണ് എവിടെ ഉള്ളത്? മാത്സ് ക്ലബിലുള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ മാത്രമാണ് കൺസിഡർ ചെയ്യേണ്ടത് അല്ലെ. 1ന്റെ എത്ര ഭാഗമാണ് ഇപ്പൊ നമുക്ക് മാത്സ് ക്ലബിൽ കിട്ടിയത്? യെസ്, നമുക്ക് 1/6 ഭാഗമാണ് കിട്ടിയത്. അത്രേ ഉള്ളൂ. അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ ഫ്രാക്ഷൻസിലുള്ളൂ. എന്റെ മക്കള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം ആയതുകൊണ്ടാണ് മിസ് ഇതിവിടെ ഒരു കൺഫ്യൂഷൻ വരാവുന്ന രീതിയിലുള്ള പ്രോബ്ലം ആയതുകൊണ്ട് തന്നെയാണ് മിസ് ഇവിടെ പറഞ്ഞത്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക? ഇത് നമ്മൾ ബോർഡിൽ കാണുന്ന പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കുക. വളരെ സിമ്പിൾ ആയിരിക്കും. ആൻസർ മക്കൾക്ക് കിട്ടും എന്ന് മിസ്സിന് അറിയാം. അപ്പൊ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? താഴെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാൻ വേണം. അത് മാത്രമല്ല, നമുക്ക് ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്റെ മക്കൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുമല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെ വെച്ചെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് ഫ്രാക്ഷൻസ് തന്നെ ആയിരിക്കണമെന്നില്ല, ഏത് ചാപ്റ്ററിൽ നിന്നായാലും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഡൗട്ട് ഉണ്ട് മിസ്സേ, ഇതൊന്ന് ക്ലിയർ ചെയ്ത് തരുമോ എന്നുള്ളത് കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ അതിന്റെ വീഡിയോയും ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങള് ഇതിന്റെ ഉത്തരവും അതുപോലെ മക്കളുടെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ മക്കളുടെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ഒക്കെ ആയിട്ട് മിസ് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.